മലപ്പുറം കൂരിയാട് ദേശീയപാത നിർമ്മാണം അശാസ്ത്രീയമായിരുന്നുവെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൂരിയാട് ദേശീയ നിർമ്മാണം നടക്കുമ്പോൾ തന്നെ സർവീസ് റോഡിൽ വെള്ളം കയറി. ഇതിന് പരിഹാരം കാണാതെയാണ് ഒരു വർഷം മുൻപ് കട്ടകെട്ടി ദേശീയപാതയ്ക്കായുള്ള റോഡ് ഉയർത്തിയത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സമീർ, ഇത് എത്രത്തോളം വ്യക്തമാണ് ദൃശ്യങ്ങളിൽ എന്നുള്ളത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. സർവീസ് റോഡ് ആകെ വെള്ളം കയറിയ നിലയിലാണ്. ഈ ദൃശ്യങ്ങൾ മറ്റെന്തൊക്കെ കാര്യങ്ങൾ പറയും? പ്രവിത, ഒരു വർഷം മുൻപ് കൂരിയാട്ടിലെ റോഡിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ മഴ ഉണ്ടായ സമയത്താണ് ഈ സർവീസ് റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയത്. മാത്രമല്ല, ഈ പ്രധാന പാതയും വെള്ളത്തിൽ മുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി മനസ്സിലായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണമല്ല നടത്തിയത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ അപകടം എന്നുള്ളത്. കാരണം വളരെ ഇളകുന്ന തരത്തിലുള്ള മണ്ണാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, ഈ കൂടുതൽ ഭാരം താങ്ങാൻ കഴിയുന്ന ശേഷിയിലുള്ള മണ്ണല്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം കയറുന്ന ഘട്ടത്തിൽ ഇത് മനസ്സിലാക്കാതെ അശാസ്ത്രീയമായി നിർമ്മിച്ചതാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വലിയ ഉയരത്തിൽ ഈ ദേശീയപാത നിർമ്മിച്ചതാണ്. ഈ വെള്ളം കയറാതിരിക്കാൻ കൂടിയാണ് ഇത്രയും ഉയരത്തിൽ ഈ ദേശീയപാത നിർമ്മിച്ചത്. പക്ഷേ ഈ സർവീസ് റോഡ് പോകുന്നത് അത്രയേറെ താഴ്ചയിലൂടെയാണ്. സ്വാഭാവികമായും ഈ ഭാഗത്തും വെള്ളം കയറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ മുൻ അനുഭവം ഉണ്ടായിട്ട് പോലും ശാസ്ത്രീയമായ രീതിയിലല്ല ഈ നിർമ്മാണം എന്നതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ശരി, ദേശീയപാത നിർമ്മാണം എത്രത്തോളം അശാസ്ത്രീയമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24-ന് ലഭിച്ചത്. മലപ്പുറം കൂരിയാട് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് നിന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ. കൂരിയാട് ദേശീയ നിർമ്മാണം നടക്കുമ്പോൾ തന്നെ സർവീസ് റോഡിൽ വെള്ളം കയറിയത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്.